ബേസിലും അതുപോലെ തന്നെ നസ്രിയയും ഒരുമിക്കുന്ന പുതിയ പടമാണ് സൂക്ഷ്മദർശിനി. ഈ സൂക്ഷ്മദർശിനിയുമായി ബന്ധപ്പെട്ട് നസ്രിയ ഒരു പുതിയ സിനിമയിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ കൗതുകമാണ്. ഇതുമായി ഇവരൊരു ബേസിലും നസ്രിയയും ചേർന്നൊരു മനോഹരമായ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ മനോഹരമെന്ന് ഞാൻ പറയുമ്പോഴും അതിൽ ബേസിലിനെ അനാവശ്യമായിട്ട് ഈ നസ്രിയ എന്താണ് കളിയാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ബേസിൽ പറയുന്ന ചില കാര്യങ്ങളോട് ഒരു അസഹിഷ്ണുത കാണിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അത്രയ്ക്ക് വേണമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു സത്യത്തിൽ. അതിപ്പോൾ ഒരു വാർത്ത പോലെ വരികയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ധന്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയത്? എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വാർത്തകൾ വന്നത്? എന്താണ് വിശദാംശങ്ങൾ? എന്താണ് വാർത്തകൾ എന്നതിനപ്പുറം കാറിനകത്തിരുന്ന് ആളുകളെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, സീക്രട്ട് ഏജന്റ് എന്നാണ് ആ വ്യക്തി എല്ലാവരും പറയുന്നത്. ബിഗ് ബോസിലൊക്കെ പങ്കെടുത്തു. ബിഗ് ബോസിൽ വന്നപ്പോഴാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനുഷ്യൻ മനസ്സിലായത്. സായി കൃഷ്ണ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാറിലിരുന്ന ഒരു കുത്തിത്തിരിപ്പ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാറിൽ ഇരുന്നാൽ മാത്രമേ മൂപ്പർക്ക് വീഡിയോ വരുള്ളൂ. പൊതുവിടത്തിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ കഴിവെന്താണെന്നുള്ളത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഔട്ടായി പോവുകയും. ഒരു കാര്യം എനിക്ക് പറഞ്ഞോട്ടെ, മോഹൻലാൽ ഒരു കാര്യം ബിഗ് ബോസ് ചോദിച്ചു, മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് ചോദിച്ചു. ആദ്യത്തെ ആളോട് ചോദിച്ചു അറിയില്ല, രണ്ടാമത്തെ ആളോട് ചോദിച്ചു അറിയില്ല, സായി പറയൂ എന്ന് പറഞ്ഞു. ലാലേട്ടാ ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു എന്ന് ഒറ്റനുള്ള മറുപടി പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഓക്കെ ഇംഗ്ലീഷിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് ചോദിച്ചു. അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് പോലും മറുപടി പറയാൻ പറ്റാത്ത ആളാണ് ഇത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരം പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ ഒരു പരിജ്ഞാനം പറഞ്ഞതാക്കുന്നതിന്റെ പരിജ്ഞാനം മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ എന്നുള്ളതാണ്. ഈ ബേസ് നസ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നസ്രിയയ്ക്ക് ഒരു 50 വയസ്സായാലും നമ്മുടെയൊക്കെ മനസ്സിൽ നസ്രിയ ഒരു കുട്ടിത്തമാണ്. ബാലതാരമായി വന്ന് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട നടിയൊന്നും അല്ല. നസ്രിയയുടെ അഭിനയം അങ്ങനെ ഭയങ്കര സംഭവമാണെന്നൊന്നും പേഴ്സണലി വ്യക്തിപരമായി കാണുന്ന ഒരാളൊന്നും അല്ല ഞാൻ. കണ്ടാൽ തരക്കേടില്ലാതെ അഭിനയിക്കുന്നു. നസ്രിയയുടെ ഭർത്താവ് ഭഗത് ഫാസിൽ എനിക്ക് തോന്നുന്നു മോഹൻലാലിനൊക്കെ ശേഷമെന്ന് ഉദ്ദേശിച്ചത് മോഹൻലാലൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും നന്നായി അഭിനയിക്കുന്ന യുവ നടൻ ആര് എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, ഭഗത് ഫാസിൽ. തുടക്കത്തിൽ പരാജയം ഏറ്റുവാങ്ങി വന്ന ഒരു മനുഷ്യൻ ഇമാതിരി ഒരു ചേഞ്ച് ആ മനുഷ്യനുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കണ്ണ് തള്ളിയിരിക്കും നമ്മൾ. കാരണം ചില സിനിമകളൊക്കെ പേരിട്ട് വരുത്തൻ എന്നൊക്കെ പറയുന്ന ഒരു സിനിമ മതി അദ്ദേഹത്തിന്റെ മൈലേജ്, അദ്ദേഹത്തിന്റെ അഭിനയ മികവ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ. അങ്ങനെ എത്ര സിനിമകൾ. അപ്പോൾ ഫഹദ് ഫാസിലിനെ നമുക്ക് മാറ്റി നിർത്താം. ഷമ്മി ഹീറോയുടെ ആ ഒരു വാക്കൊക്കെ മതി. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടനെ നമുക്ക് യോബിന്റെ പുസ്തകം ഇതൊക്കെ ഒരു വേറിട്ട സിനിമകളാണ്. അതൊക്കെ വേറെ ലെവലില്ല. ഫഹദ് ഫാസിലിനെ നമുക്ക് ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നസ്രിയെ സംബന്ധിച്ചിടത്തോളം നസ്രിയ ഒരു കുട്ടിത്തം നിറഞ്ഞ ക്യാരക്ടറാണ്. വളരെ വലിയ പ്രായമില്ലാത്തപ്പോൾ തന്നെ കല്യാണം കഴിച്ച ഒരു കുട്ടിയാണ്. കുറേ നാളിന് ശേഷം എനിക്ക് തോന്നുന്നു വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് നസ്രിയ ഒരു സിനിമ ചെയ്യുന്നത്. ഈ ഫഹദ് ഫാസിലിനോടൊപ്പം ഒരു സിനിമയ്ക്ക് ശേഷം നസ്രിയ പിന്നെ കാണുന്നത് ഈ സിനിമയിലാണെന്ന് തോന്നുന്നു, സൂക്ഷ്മദർശിനി. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നത് നസ്രിയ അൺസൈക്കബിൾ ആയിരുന്നുവെന്നും പലപ്പോഴും അഭിമുഖങ്ങളിലും നസ്രിയെ ആർട്ടിഫിഷ്യലായി തോന്നിയെന്നും നാടകീയത ഉണ്ടായിരുന്നുവെന്നുമാണ് ഈ സായി കൃഷ്ണ പറയുന്നത്. അത് സായി കൃഷ്ണയുടെ വെർഷനാണ്. ഇപ്പോൾ പിന്നെ കുറച്ച് ഓവർ ആയിരുന്നില്ലേ എന്ന് പാർത്ഥൻ ചോദിച്ചു. അത് പാർത്ഥന്റെ കാഴ്ചപ്പാട്. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയല്ല തോന്നിയത്. നസ്രിയ ചില ഇൻ്റർവ്യൂവിൽ നസ്രിയ കുറച്ച് സൈലൻ്റായി. ഒരു FM-ന്റെ ഒരു ഇൻ്റർവ്യൂ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയതിൽ കണ്ടാൽ നസ്രിയ വളരെ സൈലൻ്റായിരുന്നു സംസാരിക്കുന്ന ഒരാളാണ്. ഈ ഇൻ്റർവ്യൂവിൽ നസ്രിയ കുറച്ചുകൂടി തൻ്റെ ഒരു എന്താ പറയുക, എപ്പോഴും മനുഷ്യർ ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത് ഇപ്പോൾ പാർത്ഥനെ കാണുമ്പോൾ ഞാൻ എന്തെല്ലാം പാർത്ഥനോട് ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ഏറെ ബഹുമാനത്തോടു കൂടിയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിനപ്പുറം ക്യാമറ ഓഫായി കഴിഞ്ഞാൽ ഞാനും പാർത്ഥനും ഇവിടുത്തെ നമ്മുടെ സഹപ്രവർത്തകരും തമ്മിലുള്ള സംസാരം എങ്ങനെയാണ്? അല്ലെ, ചിലപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ഇരുന്നു കൊണ്ടും നമുക്ക് കിട്ടിയ ക്യാമറാമാൻമാരെല്ലാം നല്ല വിവരവും ബുദ്ധിയും ഉള്ളവരായതുകൊണ്ട്, സന്ദീപേട്ടനെ പോലുള്ളവരൊക്കെ ആയതുകൊണ്ട് നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്ന പലത് കട്ട് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ പുറത്ത് വിട്ടാൽ ഒരു പക്ഷേ ഇതിലും ചമ്മി നാർന്നത് നമ്മളായിരിക്കും. കാരണം നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് നമ്മൾ അത്രയും ഫ്രീ ആയി നമ്മൾ സംസാരിക്കുന്നു, അത്രയും ഫ്രീ ആയി നമ്മൾ ഇടപഴകുന്നു, അത്രയും ഫ്രീ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നു. നസ്രിയയ്ക്ക് കുറച്ചുകൂടി ഈസിയായി ഇപ്പോൾ ഈ പൃഥ്വിരാജുമായി നസ്രിയയ്ക്ക് പൃഥ്വിരാജ് സ്വന്തം പെങ്ങളെ പോലെയാണ് നസ്രിയെ കാണുന്നതെന്നാണ് പറയുന്നത്.
അവരുടെ പല വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും നല്ല ഫ്രണ്ട്ലി ആയാണ് നസ്രിയുമായുള്ള പൃഥ്വിരാജിൻ്റെ ഇടപെടൽ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ബേസിലുമായി അത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ക്രിഞ്ചടിക്കുന്നതും ക്യൂട്ട്നെസ് വാരി വിതറുന്നതും. ഇപ്പോൾ കൂടെ ഇരിക്കുന്നത് ഒരു പുതിയ പിന്നെ നടനാണ്, അല്ലെങ്കിൽ നസ്രിയയ്ക്ക് വലിയ പരിചയമില്ലാത്ത ഒരു നടനാണെങ്കിൽ നസ്രിയ അതിൻ്റേതായ രീതിയിൽ ആ ഇൻ്റർവ്യൂവിനെ സമീപിക്കും, അതിൻ്റേതായ രീതിയിൽ ആ ഇൻ്റർവ്യൂവുമായി സഹകരിച്ചു പോകൂ. ബേസിൽ അത്രയും നല്ല സുഹൃത്തായതുകൊണ്ടാണ് ബേസിലിന് അത് അരോചകമായി തോന്നി. അതെങ്ങനെയാണ് ബേസിലിൻ്റെ മനസ്സ്? ബേസിൽ എവിടെയെങ്കിലും പറഞ്ഞോ? ബേസിലിൻ്റെ മുഖഭാവം വെച്ച് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? ഇപ്പോൾ പാർത്ഥൻ്റെ മുഖത്ത് ഞാൻ നോക്കുമ്പോൾ പാർത്ഥൻ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ പോകണം. പാർത്ഥൻ്റെ മുഖത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നില്ല പാർത്ഥൻ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത്. ഈ സംസാരിച്ചിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് പാർത്ഥന് ഊഹിക്കാൻ കഴിയുമോ? പാർത്ഥൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ. ഇപ്പം എന്നെപ്പറ്റി ഞാൻ പാർത്ഥനോട് ചോദിച്ചാൽ പാർത്ഥൻ പറയും, ഓ വളരെ നല്ല കുട്ടിയാണ്, അത്യാവശ്യം വിവരമുള്ള ആളാണ്, എനിക്ക് ധന്യയുടെ വാർത്തകൾ ഇഷ്ടമാണ് എന്ന് എന്നോട് പറയും. പാർത്ഥൻ്റെ മനസ്സിൽ ഇവളെപ്പോലൊരു ലോകനാറി, ഇവളെപ്പോലൊരു മന്ദബുദ്ധി, ഇവളെപ്പോലൊരു കഴിവ് കെട്ടവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നായിരിക്കും പാർത്ഥൻ മനസ്സിൽ ചിന്തിക്കുന്നത്. സത്യമാണെങ്കിൽ ഞാൻ തുറന്ന് പറയില്ല. സത്യമാണെങ്കിൽ തുറന്ന് പറയരുത്. പറഞ്ഞാൽ ക്യാമറ എന്ന് പോലും ഞാനും നോക്കില്ല. ഞാൻ കൂട്ട്നെസ്സും അല്ല അൺസൈക്കബിളും ഒക്കെ വാരി വിതറും. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണ് ഒരാളെ കുറിച്ചുള്ള ചിന്താഗതി എന്നുള്ളത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സത്യസന്ധമായി ആരും ആരെക്കുറിച്ചും പറയില്ല. ഈ സായി കൃഷ്ണനെ കുറിച്ച്, സായി കൃഷ്ണ ഭയങ്കര ഓവറാണ്. ചില സമയത്ത് മനുഷ്യരെ തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അനാവശ്യമായി ആളുകളുടെ ജീവിതത്തിൽ കയറി ഇടപെട്ട് റിയാക്ഷൻ വീഡിയോ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യാൻ നീ ആരാ എന്ന് പലപ്പോഴും ചോദിക്കണം എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആണ് സായി കൃഷ്ണ എന്ന് പറയുന്നത്. ഈ ഉണ്ണി മുകുന്ദൻ സായി കൃഷ്ണ വലിയ വിഷയം ഉണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദനെ കയറി വലിയ സംസാരിക്കേണ്ടി വന്നു. അന്ന് ഉണ്ണി മുകുന്ദനെതിരെയായിരുന്നു. ഉണ്ണി മുകുന്ദൻ ഒരു സംഘ അനുഭാവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സായി കൃഷ്ണയ്ക്ക് അനുകൂലമായി കുറെ എണ്ണം ഇറങ്ങി. പക്ഷേ അത് കണ്ട ആളുകൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ എന്ത് യോഗ്യതയാണ് സായി കൃഷ്ണയ്ക്ക് പിന്നെ ബേസിലിനെ നസ്രിയം പറയാനായി? ഈ കോഴിക്കോട് മരണപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഷിരൂരിൽ മരണപ്പെട്ട അർജുൻ്റെ കുടുംബത്തുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഈ പുള്ളി കയറി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഈ വൈഫിനോട് പറഞ്ഞു കൊടുത്തത് ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട്. അതിലും ഈ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ബേസിലിനെ നസ്രിയയും ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു, റിയാക്ഷൻ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാൻ എന്തും വിളിച്ചു പറഞ്ഞ് ആളുകളുടെ മുന്നിൽ ഇവരെയൊക്കെ ഫോളോ ചെയ്യാനും ഇവരുടെ കാഴ്ചകൾ കാണാനും കുറേ കാലങ്ങൾക്ക് മുൻപ് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾക്കും ബുദ്ധി ഉദിച്ചു. അവർ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങളെ എന്തെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞ് പിന്നെ വിഷയങ്ങളെ വിറ്റ് പണം ഉണ്ടാക്കുന്നവരല്ലേ നിങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ആളുകൾ നമ്മളോടും ചോദിക്കാം. നമ്മൾ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കി അവൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കി അതിൽ നിന്ന് കുറേ റീച്ച് കിട്ടുന്ന കാര്യങ്ങളല്ല. ഒരു വാർത്തയെങ്കിലും സമൂഹത്തിന് നല്ലതായി ഒരാളെങ്കിലും അതുവഴി തിരുത്തപ്പെടണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ പലതും. നമ്മളൊരു ചാനലാണ്. നമ്മൾ കാറിനകത്തിരുന്നോ ബസ്സിനകത്തിരുന്നോ പിന്നെ വാർത്തകൾ ചെയ്യുന്നവരല്ല. നമുക്ക് നമ്മുടേതായ പ്രൊഫഷണലിസം ഉണ്ട്, നമ്മുടേതായ എഡിറ്റോറിയൽ ബോർഡുണ്ട്, നമ്മുടേതായ മാനേജ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നുകൊണ്ട് വരുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞനുസരിച്ച് ചെയ്യുന്ന ഒരു മേഖലയാണ് മാധ്യമ മേഖല. നമ്മൾ മാത്രമല്ല എല്ലാ മാധ്യമ പ്രവർത്തകരും. അല്ല, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്ക് പോലും യൂട്യൂബ് ചാനലുകളുണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഓഡിയൻസ് വരുമാനവും ഉള്ളത് അതിൽ തന്നെയാണ്. പക്ഷേ ഇത് നസ്രിയ അൺസൈക്കബിൾ ആണ്, നസ്രിയ പിന്നെ ആർട്ടിഫിഷ്യൽ ആണ്, നസ്രിയ ഇതാണ്. സായി കൃഷ്ണയോടൊപ്പം ഇരുന്ന് സായി കൃഷ്ണയുടെ അടുത്തിരുന്ന് പിന്നെ വീഡിയോ ചെയ്യുന്ന സായി കൃഷ്ണയുടെ ഭാര്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാര്യ ഇതിലേക്ക് വലിച്ചിഴക്കുന്നില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർ അനാവശ്യമായി ക്യൂട്ട്നെസ് വാരി വലിച്ചിടുകയാണ്. അവർ അനാവശ്യമായി എന്തോ തൻ്റെ ഭർത്താവ് എന്തോ ഭയങ്കര സംഭവമാണ് എന്ന് പറയാൻ അവർ ശ്രമിക്കുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സായി കൃഷ്ണയുടെ വീഡിയോസ് ഒന്നും പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഉണ്ണി മുകുന്ദൻ്റെ വീഡിയോ ഒരു വാർത്തയാക്കാൻ വേണ്ടി മാത്രം ഒരു തവണ ഇദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ട ഒരാളാണ് ഞാൻ. പിന്നെ അറിയാവുന്ന അതോടുകൂടി മതിയായോ? അതോടുകൂടി നിർത്തി. അതിന് വേണ്ടി കണ്ട ചാനലാണ്. പിന്നീട് അദ്ദേഹത്തെ എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ ഈ ചാനൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒക്കെ എനിക്ക് മനസ്സിലായി ഓരോ ജീവിതങ്ങൾ എടുത്തു വെച്ച് അലക്കുന്നതാണ് പരിപാടി. പണിയെടുത്ത് അല്ല തന്നെ അതിലൊരു കാര്യമുണ്ട്. ഈ
സായി കൃഷ്ണയുടേതായ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ട്. അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരുടെ അഭിപ്രായം ഇങ്ങനെയാണ്, ഇപ്പൊ ബേസിലിന്റെ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് പറയാൻ സായി കൃഷ്ണയ്ക്ക് അധികാരമുള്ള, അത് ബേസിൽ പറയേണ്ടതാണ്, എനിക്ക് ബുദ്ധിമുട്ട് വന്നോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞത്, എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ ബേസിലിനെ അത്രയും ഇട്ട് അങ്ങ് എന്താണ് ഒരു ആക്കുക എന്ന് പറയില്ലേ നമ്മൾ, ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിലായാലും അത്രയും അങ്ങ് ആക്കണ്ടായിരുന്നു എന്നൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു പക്ഷേ ഇവർ പറയുന്നത് പോലെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ സിങ്ക് മൂലമായിരിക്കാം. നമ്മൾ പരസ്പരം ഈ പറഞ്ഞ പോലെ ധന്യ പറഞ്ഞ പോലെ ക്യാമറയ്ക്ക് പുറകിൽ ഇരുന്നു കൊണ്ട് ക്യാമറയോട് ഈ ഓഫായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന തമാശകൾ, നമ്മൾ പറയുന്ന എന്താണ് പരിഹാസത്തിന്റെ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. കൂടുതൽ വാരുന്നത് ആരെയാണ്? വാരൽ എന്നാണ് നമ്മൾ അവർ പറയുന്നത്, നമ്മുടെ ഉണ്ണിക്കുട്ടനെയാണ്, ഉണ്ണികൃഷ്ണൻ എഡിറ്റർ. ഉണ്ണികൃഷ്ണൻ ഗോവയിൽ പോയ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ, കാരണം കുടുംബത്തെയും കൊണ്ടാണ് ഗോവയിൽ പോയത്, നമ്മൾ ഏറ്റവും കൂടുതൽ വാരുന്നത് ഉണ്ണിക്കുട്ടനെയാണ്. ഗോവയിൽ പോയി എന്ത് ഉണ്ണിക്കുട്ടൻ പറഞ്ഞാലും നമ്മൾ മാട്രിമോണിയിൽ ഒരു വിവാഹ പരസ്യം കൊടുത്തതിന് വരെ നമ്മൾ അത്രയും നമ്മളിട്ട് അവനെ വാരുന്നത് എന്തിനാണ്? നമുക്ക് അത്രയും സിങ്ക് ആയതുകൊണ്ടാണ്. നമ്മുടെ അവനൊരു വേദന വരുന്നു എന്ന് നമുക്ക് തോന്നിയാൽ ആ സമയം നമ്മളത് അവിടെ നിർത്തും, അത് അവസാനിപ്പിക്കും. പക്ഷെ അതിലൊരു വ്യത്യാസമുള്ള എന്താന്ന് പറഞ്ഞാൽ, ഈ ക്യാമറയ്ക്ക് മുന്നിലാണ് നസ്രിയ ഇത് ചെയ്തത് എന്നുള്ളത് കൊണ്ട്, ആളുകൾ ഇത് കാണുന്നു എന്നുള്ളത് കൊണ്ട് ആളുകൾ ഒരു പക്ഷെ അഭിപ്രായം പറഞ്ഞേക്കാം. പക്ഷേ ഈ സായി പറഞ്ഞതുപോലെ അതിൽ ബേസിലിന് വലിയ രോക്ഷമുണ്ടായി അല്ലെങ്കിൽ ബേസിലിന് പ്രശ്നമുണ്ടായി എന്ന് പറയുന്നിടത്ത് ശരികളാണ്. കാരണം അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഇതുവരെ ബേസിൽ ആൾക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും കാര്യവും ചെയ്തില്ല. പക്ഷെ നമുക്ക് പറയാം, ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു അഭിപ്രായം പറയാമെന്നല്ലാതെ മറ്റൊരുത്തിന്റെ അഭിപ്രായം ഇതാണ്, അതുകൊണ്ട് നസ്രിയ ഭയങ്കര ഓവറാണ് എന്ന് പറയുന്നതിൽ ഒരു കാരണവുമില്ല, അങ്ങോട്ട് പറയാൻ അധികാരവും അല്ല. ബേസിൽ നാളെ മുതൽ സമരത്തിലാണ്. നസ്രിയ മറ്റേ പിന്നെ എന്താ ഇന്റർവ്യൂവിൽ തന്നെ കളിയാക്കിയതിൽ നസ്രിയയോട് ഇനി ബേസിൽ സംസാരിക്കുന്നില്ല. ബേസിൽ പിന്നെ ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോകുന്നു. ബേസിൽ പിന്നെ ഹർത്താലും സമരം ഇതും വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ബേസിൽ ആത്മഹത്യക്ക് ധന്യ ശേഖരൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അതവിടെ നിർത്താം എന്നാണ് എനിക്ക് തോന്നുന്നത്.